ശ്രീകൃഷ്ണ അവതാരം. ബകാസുരം. ഒരു ദിവസം ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചിട്ട് കൃഷ്ണനും കൂട്ടുകാരും കൈകാലുകൾ കഴുകാനും വെള്ളം കുടിക്കാനും കാളിന്തി നദിയിലേക്ക് ഇറങ്ങി. അപ്പോൾ വഴിയിൽ ഒരു ഭീകര ജന്തു കിടക്കുന്നത് കണ്ടു. ഒരു പർവ്വതത്തിൻ്റെ വലുപ്പമുള്ള കൊക്ക്. അതിൻ്റെ കൊക്കിനും എന്തൊരു വലുപ്പം! കൊക്കിൻ്റെ കാര്യം കൂട്ടുകാർ കണ്ണനെ അറിയിച്ചു. കണ്ണൻ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടാതെ ജ്യേഷ്ഠനോടൊപ്പം ഇവിടെ നിന്നാൽ മതി. ഞാൻ പോയി എന്താണെന്ന് നോക്കിയിട്ട് വരാം. കണ്ണൻ അടുത്തേക്ക് ചെല്ലുന്നത് കണ്ട അസുരൻ താൻ വിചാരിച്ച കാര്യം എളുപ്പമായി എന്ന് കരുതി. അവൻ ശരീരം ഒന്ന് കുടഞ്ഞ് ചിറകുകൾ അടിച്ച് കൊടുങ്കാറ്റ് സൃഷ്ടിച്ചു. എന്നിട്ട് നീണ്ടു വളഞ്ഞ കൊക്കുകൾ പിളർന്ന കണ്ണനെ കൊത്തി വിഴുങ്ങി. കണ്ണൻ വായ്ക്കകത്തായപ്പോൾ ആ സത്വം വായടച്ചു. അത് കണ്ട ഗോപകുമാരന്മാർ ഉച്ചത്തിൽ നിലവിളിച്ചു. കൂട്ട നിലവിളി കേട്ട് പശുക്കളും അന്തം വിട്ടു നിന്നു. കൊക്കിൻ്റെ വായിലകപ്പെട്ട കണ്ണൻ തന്നിലടങ്ങിയിട്ടുള്ള അഗ്നിയെ പുറത്തേക്ക് വമിച്ചു. അതിൻ്റെ അസഹ്യമായ ചൂടേറ്റ് ആ ജീവിയുടെ തൊണ്ടയും കഴുത്തും കത്തിയെരിഞ്ഞു. പ്രാണവേദനയോടെ അത് കണ്ണനെ പുറത്തേക്ക് തുപ്പി. അതോടൊപ്പം കുറേ രക്തവും പുറത്തു വന്നു. തൻ്റെ ബന്ധശത്രുവിനെ വധിക്കാനായി ബകാസുരൻ പുറത്തേക്ക് ആഞ്ഞു. അപ്പോൾ കണ്ണൻ ആ സത്വത്തിൻ്റെ ചുണ്ടുകൾ വലിച്ചു കീറി രണ്ടായി അകലേക്കെറിഞ്ഞു. തൻ്റെ സഹോദരിയുടെ ഘാതകനെ വധിക്കാനുള്ള ഭഗൻ്റെ ആഗ്രഹം അതോടുകൂടി അവസാനിച്ചു. അസുരനെ വധിച്ചത് കണ്ട് ദേവകൾ സന്തോഷത്തോടെ കണ്ണന് കൽപ്പകപ്പൂമാല ചൊരിഞ്ഞ് സ്തുതിക്കാൻ ഗോപന്മാർക്ക് അതിയായ സന്തോഷമുണ്ടായി. ഉണ്ണിക്കണ്ണൻ ഒരു ആദിമാനുഷികനാണെന്ന് ഗർഗമുനി അരുളി ചെയ്തത് സത്യമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. പിറ്റേ ദിവസം കുറേ ബ്രാഹ്മണർ ഗോപന്മാരും ഒന്നിച്ച് ഭഗൻ്റെ ജഡം കാണാൻ വന്നു. അതിൻ്റെ വലിപ്പം കണ്ട് അതിനെ വധിച്ചത് 5 വയസ്സ് മാത്രമുള്ള ബാലനാണെന്ന് അവർക്ക് വിശ്വസിക്കാനായില്ല.